സിനിമയിലെ അണിയറ രഹസ്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് എന്നും ഏറെ കൗതുകമാണ്. അതുകൊണ്ട് തന്നെ പഴയകാല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന പലരും സിനിമയ്ക്കുള്ളിലെ കഥകളുമായി എത്താറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കഥകൾ. അവയൊക്കെ ഏറെ ശ്രദ്ധ നേടാറുമുണ്ട്. അങ്ങനെയുള്ളവരിൽ ഒരാൾ മലയാളികളുടെ എക്കാലത്തെയും പ്രിയനടി സുകുമാരിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. നടി ലിസിയെ തന്റെ വീട്ടിൽ നിർത്തിയതിന്റെ പേരിൽ ചിലർ മോശമായി സുകുമാരിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. പ്രിയദർശനും ലിസിയും തമ്മിലുള്ള പ്രണയകാലത്ത് ലിസിയെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്ത് താമസിപ്പിക്കണമെന്ന് പ്രിയദർശൻ തീരുമാനിച്ചു. സുകുമാരി ചേച്ചിയുടെ വീട്ടിൽ ലിസിയെ താമസിപ്പിച്ചു. പെൺമക്കളില്ലാതിരുന്ന സുകുമാരി ചേച്ചി ലിസിയെ സ്വന്തം മകളെ പോലെയാണ് മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. അതിന്റെ പേരിൽ അവർ ഒരുപാട് പഴികേട്ടു. കൂട്ടിക്കൊടുപ്പുകാരി എന്നുവരെ പലരും ചാനലിലൂടെ വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞവർ ഒരു കാര്യം ആലോചിക്കണം. സുകുമാരി മരണക്കിടക്കയിൽ ICUവിൽ കിടക്കുമ്പോൾ സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല. ഒറ്റ ആഗ്രഹമേ സുകുമാരി ചേച്ചി പറഞ്ഞുള്ളൂ, ലിസിയെ അവസാനമായി കാണണം എന്നാണത്. പ്രസവിച്ചാൽ മാത്രമല്ല അമ്മയാകുന്നത്, സ്നേഹം കൊണ്ടും ആകാമെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. പ്രിയദർശന്റെ നിരവധി സിനിമകളിൽ സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് മലയാളികളെ സ്നേഹിച്ച സുകുമാരിയോട് മലയാളികൾ നന്ദികേട് കാണിച്ചു. മരിച്ച ശേഷവും പലരും അവരെ അപകീർത്തിപ്പെടുത്തി. സുകുമാരിയുടെ ആത്മാവിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. സുകുമാരിയുടെ അഭിനയ മികവിനെയും ആലപ്പി അഷ്റഫ് പ്രശംസിക്കുന്നുണ്ട്. ഏത് വേഷം കൊടുത്താലും അതിനോട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന നടിയായിരുന്നു സുകുമാരിയെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. 1990-ലാണ് ലിസിയും പ്രിയദർശനും വിവാഹിതരായത്. പ്രണയവിവാഹം അന്ന് ഏറെ ചർച്ചയായി. എന്നാൽ 2014 ഇവർ അകന്നു. 2 മതസ്ഥരായിരുന്നു ലിസിയും പ്രിയദർശനും. പ്രിയദർശനുമായുള്ള വിവാഹത്തിന് ശേഷം പേര് ലക്ഷ്മി എന്നാക്കി. മകൻ ജനിച്ച ശേഷം ലിസി ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറുകയും ചെയ്തു. സുകുമാരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ സഹപ്രവർത്തകർ ഇപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. സെറ്റിൽ പലർക്കും അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയുമായിരുന്നു സുകുമാരി. നടി മകനോടെന്ന പോലെ തന്നോട് സ്നേഹവാത്സല്യം കാണിച്ചതിനെക്കുറിച്ച് സംവിധായകൻ ലാൽ ജോസ് അടുത്തിടെ സംസാരിച്ചിട്ടുണ്ട്. പ്രിയ നടിയുടെ മരണം ഏവരെയും വേദനിപ്പിച്ചു. പൂജാമുറിയിൽ നിന്ന് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെയായിരുന്നു സുകുമാരി മരിച്ചത്.